ഈ പണ്ടത്തെ പോലെ MG ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പെർസെന്റേജ് ടേംസ് MG ഒന്നുമില്ല. MG ഒക്കെ അല്ലെങ്കിലും ഇങ്ങനെയുള്ള സിനിമകൾ കിട്ടാറുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഒരു സിനിമയ്ക്ക് MG കിട്ടിയിട്ടില്ല, കാരണം ഞാൻ ഉണ്ടാക്കുന്നതിൽ അങ്ങനത്തെ സിനിമകളാണ്. അതുകൊണ്ടാണോ തിയേറ്റർ ഉടമകൾക്ക് നഷ്ടം വരുന്നത്? ഇപ്പം ഈ പറഞ്ഞതുപോലെ രാവിലെ 9 മണിക്ക് ഷോയ്ക്ക് ഒരു പേരിനൊരു ഷോ 9 മണിക്ക് രാത്രി 11 മണി ആ ഷോയ്ക്കൊന്നും ആള് വരില്ലാന്ന് തിയേറ്റർ ഉടമകൾക്ക് നമുക്കും അറിയാം, ആരും പോകുന്നില്ല. പക്ഷെ തിയേറ്റർ ഉടമകൾക്ക് ഭീകരമായ നഷ്ടവും സംഭവിക്കുന്നുണ്ട്. ആളില്ലാതെ സിനിമ ഓടിക്കാൻ നഷ്ടവും സംഭവിക്കും. അങ്ങനെ ഓടിച്ച ചരിത്രമുണ്ടോ? നമ്മൾ പോയി ചെക്ക് ചെയ്യുമോ? ഇത് ഓടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 9 മണിക്ക് തരുന്നത്. ആ ഒരു രീതിയാണ് ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആള് കയറിയില്ല, അതുകൊണ്ട് ഓടിക്കുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. അതാ ആ ടൈമിങ്ങിൽ തന്നാൽ അത് ഓടും. ആളുകൾ സിനിമ കാണാൻ വരുന്ന ഒരു ടൈമുണ്ട്. നിങ്ങൾ ചോറിടുന്ന ഒരു ടൈം ഉണ്ടല്ലേ, രാവിലെ 6 മണിക്ക് സദ്യ വിളമ്പിട്ട് കാര്യമുണ്ടോ? അതാ മനഃപൂർവ്വം തന്നെ നമ്മൾ തരുന്നു എന്ന് വരുത്തി തീർക്കുകയും, എന്നാൽ അത് കഴിഞ്ഞ ഉടനെ ആള് കയറുന്നില്ല ഉള്ള സ്ക്രിപ്റ്റ് ആദ്യമേ എഴുതി വെച്ചിരിക്കുക. പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർക്ക് ധൈര്യം വരുന്നത്? നല്ല സ്ക്രിപ്റ്റിൽ പുതുമുഖങ്ങൾ വെച്ച് നല്ല സിനിമ ഞാൻ എങ്ങനെ ധൈര്യം വരും? അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രധാന കാര്യങ്ങൾ. അതിനാണ് ഞാൻ എന്തായാലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അസോസിയേഷന്റെ ഒരു പ്രോമിനന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനൊരു ചർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. തമിഴ് സിനിമകൾക്ക് ഗ്യാപ്പ് വെച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് എല്ലാവർക്കും ബിഗ് ആർട്ടിസ്റ്റ് സിനിമകൾ കാണാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല, ഞാൻ വിചാരിക്കുന്നില്ല. അത്രയും നമുക്ക് 10-12 കമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ട്, അല്ലെങ്കിൽ 15 കമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ടാവും. അത് മാത്രമാണോ മലയാളം ചെയ്തുകൊണ്ടിരുന്നത്? അപ്പൊ ഇതിനൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. റിവ്യൂ ചെയ്തോളൂ. ഞാൻ ഒരിക്കലും റിവ്യൂവിന് എഗെയിൻസ്റ്റ് ചെയ്തിട്ടില്ല. പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞോളൂ. പോസിറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ ഇടും. ഞാൻ വാലാട്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് റിവ്യൂസിന്റെ മുഖം വെച്ചിട്ട് പോസ്റ്റർ ഇറക്കിയ ആളാണ്. ഞാൻ അതിനൊന്നും എഗെയിൻസ്റ്റ് അല്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 2 ദിവസം ക്ഷമിക്കും. ഇഷ്ടപ്പെടുന്നവരൊന്നും കണ്ടിട്ട് നിങ്ങൾ എഴുതിക്കോ, ഒരു പ്രശ്നമില്ല. എന്തിനാണ് നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. വിജയബാബുനൊക്കെ ഇതിനൊരു ഫോക്കസ് ഉണ്ടോ? ഏതില്? ഇവിടെ ഈ മലയാള സിനിമ ഫോക്കസ് ഒരു കൂട്ടായ്മ നിന്നിട്ട് വിജയബാബുയുടെ സിനിമകളൊക്കെ മതി എന്ന് എന്റെ സിനിമകൾ മാറ്റാൻ ഞാൻ അങ്ങനെയൊന്നുമില്ല. ഇത് ബേസിക്കലി ഈ ജസ്റ്റ് മണി മൈൻഡഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു പറ്റം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് മണി മൈൻഡ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയും കുറിച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് ഇതിന്റെ ഫ്യൂച്ചർ എന്താവും എന്നും കൂടെ ചിന്തിച്ച് പോയാൽ എല്ലാവർക്കും നല്ലതാണ്, ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. അത് അസോസിയേഷനുകൾ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അങ്ങനെ ചില സ്ട്രോങ് തീരുമാനങ്ങൾ എടുക്കണം എന്ന് ഞാൻ ഓൾറെഡി അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. നീ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പറയും. മുൻപ് ഈ റിവ്യൂസിന്റെ ഇഷ്യൂസിൽ ഇച്ചിരി നല്ല ഒരു ഡയറക്ടർ തന്നെ മുന്നോട്ട് ഇറങ്ങി കേസ് കൊടുത്ത് പിന്നീട് ഒരു അസോസിയേഷൻ വന്ന് അത് നോക്കാൻ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊരു ഡയറക്ടർ തന്നെ മുന്നിട്ട് ഇറങ്ങിയതാണ് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി. താങ്കളൊരു പ്രൊഡ്യൂസറാണ്, അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളപ്പോൾ ഇതിന് മുന്നോട്ട് വരാൻ ഐ മീൻ അത് ആ റിവ്യൂസിന്റെ കേസിൽ ഇപ്പൊ ഈ സിനിമയുടെ ബേസിൽ തിയേറ്റർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു, ഇത് ഇന്ന അന്യ സിനിമകൾ കൂടുതലാണെന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ഈ ഒരു കംപ്ലൈന്റ് ലീഗലി പോകാനായിട്ട് ഒരു സബ്മിഷൻ ചെയ്യാലോ. ലീഗൽ വാലിഡിറ്റി ഇല്ല. ഇതൊക്കെ സെൽഫ് ഡിസിപ്ലിൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയുടെ നിലനിന്നാലേ എല്ലാവരും ഉള്ളൂ എന്ന് ചിന്തിച്ച് സെൽഫ് ഡിസിപ്ലിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ പോയി എനിക്ക് തിയേറ്റർ എടുത്തില്ല എന്ന് പറഞ്ഞ കേസ് കൊടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനായിരിക്കും. തിയേറ്റർ തരുന്നില്ല എന്നുള്ളതല്ല, കാരണം കുറച്ചു മുമ്പ് താങ്കൾ പറഞ്ഞു മഹാരാഷ്ട്രയില് ഇത്രയും ആ ലോ നമ്മളിവിടെ നമ്മുടെ അസോസിയേഷനിൽ എടുത്താൽ അതിനെ കേസ് പോയാൽ എനിക്ക് പോയി കംപ്ലൈന്റ് ചെയ്യാം. അങ്ങനെ ഒരു തീരുമാനം കൂടി ഇല്ലല്ലോ. അതിന്റെ പേരിൽ അതിനുവേണ്ടി അതിന് മുന്നിട്ട് ഇറങ്ങിക്കൂടെ? അത് ഇറങ്ങുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി സംസാരിച്ച് അതല്ലേ ഈ കിടന്ന് ഇന്നലെ തൊട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കണേ ഞാൻ.